60 ദിവസത്തിലെ ബിസിനസ് ആൻഡ് മാർക്കറ്റിംഗ് ഐഡിയ ചലഞ്ചിലെ 46ാമത്തെ ബിസിനസ് ഐഡിയയായ കൗ ഫാമിങ്ങിന്റെ ഫുൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് പറയാനായിട്ട് പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം പുത്തൻകുളത്തുള്ള കാവേരി കൗ ഫാമിങ്ങിലാണ്. ഇവിടുത്തെ A to Z കാര്യങ്ങൾ നമുക്ക് കണ്ടും ചോദിച്ചും മനസ്സിലാക്കാം. മുതൽ 2024 വരെയുള്ള മികച്ച ക്ഷീരകർഷക അവാർഡ് കൊല്ലം ജില്ലയിലെ ഇവർക്കാണ് ലഭിച്ചത്. ഇവിടെ ടോട്ടൽ 600 പശുക്കളാണ് ഉള്ളത്. 2 കാറ്റഗറി ടൈപ്പ് ഓഫ് പശുക്കളാണ് ഇവിടെ ഉള്ളത്. ഒന്ന് HF മറ്റേ നാടൻ പശുക്കൾ. ഒരു പശു ആവറേജ് 15 മുതൽ 25 ലിറ്റർ വരെയാണ് പാല് തരുന്നത്. കൂടുതൽ പാൽ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള തീറ്റകളാണ് ഇവിടെ കൊടുക്കുന്നത്. KS, പരുത്തി, മിക്സഡ് പൗഡർ, കാൽസ്യം എന്നിങ്ങനെ. നാടൻ പശുക്കളെ കമ്പയർ ചെയ്യുമ്പോൾ HF പശുക്കൾക്ക് പാലിൻ്റെ അളവ് കൂടുതലും കട്ടി കുറവുമാണ്. അതിനാൽ കർഷകർ നാടൻ പശുവിൻ്റെ പാൽ കൂടി അതിൽ മിക്സ് ചെയ്താണ് സപ്ലൈ ചെയ്യുന്നത്. 600-ലധികം പശുക്കൾ ഇവിടെ ഉള്ളതിനാൽ ഇവർ 8 ഏക്കറിൽ വളർത്തുപുല്ലും 2 ഏക്കറിൽ നെല്ലും ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പശുക്കളെ ദിവസേന 2 നേരമാണ് കറക്കുന്നത്. ഇവർ ഇതിനായി മിൽക്കിംഗ് മെഷീൻ കൂടാതെ ആളുകളെയും വെച്ചിട്ടുണ്ട്. ഒരു പശു 6 മാസം കണ്ടിന്യൂസ് ആയിട്ട് മിൽക്ക് തരും. ബാക്കിയുള്ള 3 മാസം അതിൻ്റെ പ്രസവ കാലഘട്ടമാണ്. കൂടാതെ ഇവിടെ കുട്ടികളെ വിൽക്കുന്നുമുണ്ട്. 10,000 രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇവർ സെയിൽ ചെയ്യുന്നത്. കറവ സ്റ്റാർട്ടായ ആവറേജ് പശുവിൻ്റെ കോസ്റ്റ് 1 lakh rupees ആവും. അങ്ങനെയുള്ള 200-ലധികം പശുക്കളാണ് ഇവിടെ ഉള്ളത്. മുതൽ 2024 വരെയുള്ള മികച്ച ക്ഷീരകർഷക അവാർഡ് കൊല്ലം ജില്ലയിലെ ഇവർക്കാണ് ലഭിച്ചത്.